Third portion is compound of non-metals. So non-metals കുറിച്ച് 9th നിങ്ങൾ പഠിച്ചടിച്ചടേന്ന് പഠിച്ചതാണ്. ഇനി നമ്മൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷൻ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് നമുക്ക് എപ്പോഴും യൂസസ് വരുന്ന കുറച്ച് കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന. സം പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അവർ ഫോക്കസ്ഡ് ഏരിയ, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്ത ചില ഫോക്കസ് ആയിട്ട് ഏരിയാസ് ഉണ്ട്. അമോണിയ, reversible and irreversible reaction, chemical equilibrium, Chatelier principle, influence of concentration, pressure, temperature. So these are the focused area. So നമുക്ക് focus area കുറച്ച് അല്ലാത്ത ടോപ്പിക്കും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. So we are preparing for a very very important exam. Okay, so to be a true winner. Okay, so the first one is ammonia. So നമ്മൾ അമോണിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു മണമാണ്, അമോണിയ ഗ്യാസ് അല്ലെങ്കിൽ അമോണിയത്തിൻ്റെ മണം. നമ്മൾ ഗേൾസ് ബ്ലീച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ അമോണിയ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ കുറേ സാധനങ്ങൾ നമുക്ക് അമോണിയ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ യൂസസ് ഓഫ് അമോണിയ, ലൈക്ക് പ്ലാന്റ്സിൽ അമോണിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാന്റ്സ്, ഓക്കെ. സോ മാനുഫാക്ചറിങ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മീൻസ് വളങ്ങൾ, ഓക്കെ, ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, എക്സെട്ര. Okay, and as refrigerate in ice plant, then to clean tiles and window, and used in laboratory reagent, use of plastic manufacture of plastic rayon and rayon. Okay, so ഇതിൽ നിങ്ങൾ എല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ട, ഒരു 2-3 നമുക്കൊന്ന് പറയാം എളുപ്പത്തിന് ഓർത്തിരിക്കാൻ. വിൻഡോ ക്ലീൻ ചെയ്യാൻ, പിന്നെ നമുക്ക് ഫാക്ടറീസിൽ, പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സിൽ ഒരു 3 ഇനഫ്, 3 മതി. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഡിസ്കസിങ് യൂസസ് ഓഫ് അമോണിയ. ദെൻ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ക്ലാസ് റൂം അല്ലെങ്കിൽ ഇൻ ലാബ്. നമ്മൾ ലാബിൽ അമോണിയ ഉണ്ടാക്കുന്നത്. സോ വാട്ട് ഈസ് അമോണിയ? അമോണിയ ഈസ് NH3. ഓക്കെ, NH3 ആണ് അമോണിയ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ലാബിൽ എങ്ങനെയാണ് അമോണിയ ഉണ്ടാക്കുന്നത്? അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ് ഗീവ് അമോണിയ. നിങ്ങൾ ചിലപ്പോൾ വാട്ടർ എന്ന് എഴുതും, കാൽഷ്യം ക്ലോറൈഡ് എന്ന് എഴുതും, അമോണിയ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സോ അവർ ഫോക്കസ് ഈസ് അമോണിയ. ഓക്കെ, ആൻഡ് അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ് ഗീവ് അമോണിയ. സോ ദിസ് ഈസ് ലാബ് പ്രിപ്പറേഷൻ. ഓക്കെ, ലാബിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണിത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് what is the nature, whether it is ammonia is acid or base. Observe, it is base. So ammonia, it is base, okay, basic in nature, and we can recognize by its smell. It's very pungent smell, ഭയങ്കര ഒരു സ്മെല്ലാണ്. ഓക്കെ, ആൻഡ് റെഡ് ലിറ്റ്മസ് ബിക്കം ബ്ലൂ ലിറ്റ്മസ്. നമ്മളത് ബേസ് ആണോ ആസിഡ് ആണോ ചെക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം ലിറ്റ്മസ് പേപ്പർ റെഡ് ബ്ലൂ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂ മീൻസ് ബേസ്, ബ്ലൂ base. So red litmus becomes blue. So ഈ സ്ലൈഡിൽ നമ്മൾ പ്രിപ്പറേഷൻ അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ് പ്രൊഡ്യൂസ് അമോണിയ. Then it is basic, and then point is pungent smell. Okay, then next one is preparation of ammonia in laboratory. So നമ്മൾ ലബോറട്ടറി ലാബിൽ ചെയ്ത സെയിം തിങ്, അത് നിങ്ങളൊരു ഫിഗറായിട്ട് നമുക്ക് തന്നതാണ്. സോ നമ്മളിവിടെയാണ് അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡ് വിടുന്നത്. ഓക്കെ, നമ്മളിവിടുന്ന് ഹീറ്റ് ചെയ്തു. ഇതൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് CaO? ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് CaO? CaO ഈസ് യൂസ് ഫോർ ഡ്രൈയിങ്. നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് നടക്കാൻ നേരത്ത് റൈറ്റ് ഇവിടെ വെള്ളമൊക്കെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടുന്ന് ഹീറ്റ് ചെയ്യാൻ നേരത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യും. സോ അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? CaO, കാൽഷ്യം ഓക്സൈഡ് ഓർ ക്യുക്ലൈൻ. ചിലപ്പോൾ നിങ്ങളോട് ഒന്ന് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ചെയ്യും ക്യുക്ലൈൻ എന്തിനാണ് ഈ എക്സ്പെരിമെൻറ്റിൽ, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് എന്തിനാണ്? സിമ്പിൾ, ഇറ്റ് ഈസ് ദ ഡ്രൈയിങ് ഏജൻറ്റ്. ഇറ്റ് വിൽ അബ്സോർബ് ദ മോയ്സ്ചർ ഓർ ഇറ്റ് അബ്സോർബ് ദ വാട്ടർ. ദെൻ ഗ്ലാസ് ജാർ നമ്മൾ തലയും കുത്തിയാണ് വെക്കുന്നത്, അപ്പ് ഡൗൺ ആയിട്ടാണ് വെക്കുന്നത്. കാരണം ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഗ്യാസ് ആണ്, അതിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഈസ് ദ ഫിഗർ ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇറ്റ് പ്രൊഡ്യൂസ് വാട്ടർ പ്ലസ് അമോണിയം പ്ലസ് കാൽഷ്യം ക്ലോറൈഡ്. സോ വാട്ടറും അമോണിയം ബൈ ഹാർട്ട് ചെയ്യുക, വാട്ടർ ആൻഡ് അമോണിയ അത് രണ്ടും അവിടെ ഉണ്ടാവണമല്ലോ. ദെൻ അടുത്ത് വരുന്ന CaCl2.
കാൽഷ്യം ക്ലോറൈഡ്. സോ ഇവിടെ CaO യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ഡ്രൈയിങ് ഏജൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ. Okay, properties of ammonia. Color is colorless and odor means smell is pungent smell. Nature, it is basic. Density is less than air and solubility highly soluble in water. Highly soluble ആണ്, density കുറവാണ്. Then the next important question is difference between liquid ammonia and liquor ammonia. Liquid ammonium, liquor ammonia, what is the difference? Okay, so liquid ammonia is liquefied. It means high pressure low temperature കൊടുത്ത് അമോണിയ എന്ന ഗ്യാസിനെ നമ്മൾ ലിക്വിഡ് ആക്കുകയാണ്. ദാറ്റ് ഈസ് ലിക്വിഡ് അമോണിയ. എന്താണ്? നമ്മൾ ഈ അമോണിയം ഗ്യാസിനെ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും കൊടുത്ത് എന്താക്കുവാണ്? ഇത് നമ്മൾ ലിക്വിഡ് ആക്കുവാണ്. ദാറ്റ് ഈസ് ലിക്വിഡ് അമോണിയ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ലിക്വിഡ് അമോണിയ? It is more concentrated ammonium solution. So highly concentrated അമോണിയയുടെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, ഭയങ്കര അമോണിയത്തിൻ്റെ പ്രസൻസ് വളരെ അധികമാണ്. ദാറ്റ് സൊല്യൂഷൻ ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ നമ്മൾ ലിക്വിഡ് ആക്കുന്നു ബൈ ഹൈ pressure and low temperature, and liquid ammonia means high concentrated ammonium solution. And the next one is a small experiment. പക്ഷെ നമുക്ക് ഇവിടുന്ന് 2-3 ക്വസ്റ്റ്യൻസ് വരാൻ വഴിയുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ സ്ലൈഡിങ് കടത്തി 2 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് നമ്മൾ 2 കോട്ടൺ എടുത്തു. ഓക്കെ, കോട്ടൺ മീൻസ് പഞ്ഞി. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? HCl ആസിഡ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ നമ്മൾ അമോണിയം സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് വെച്ച 2 പഞ്ഞികൾ അവിടെ ഇവിടെ. സോ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് ഇറ്റ്? അവിടെ ഒരു വൈറ്റ് ഫ്യൂംസ് മീൻസ് പുക, ഒരു വെള്ള ചെറിയ പുക ഇങ്ങനെ നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ ഇങ്ങനെ കാണാം. വാട്ട് ഇസ് ദിസ്? അതെന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ്, NH4Cl, ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പെരിമെൻറ്റ്. നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് വൈറ്റ് ഫ്യൂം. That fume is called ammonium chloride. That fume is called ammonium chloride. Okay, that fume is called ammonium chloride. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. So the next is reversible reaction and irreversible reaction. Is very very simple. ഈ ചാപ്റ്റർ വെരി സിമ്പിളാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പോയ കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. You will score mark. Okay, so reversible reaction means നമ്മൾ ചില റിയാക്ഷൻ എഴുതാൻ നേരത്ത് ഇങ്ങനെ ആരോ ഇടും അല്ലേ? നമ്മൾ ഇത്രയും നാൾ കണ്ടുവന്നതിൽ ഒരു ആരോ ഉള്ളൂ. ഈ ആരോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. അതായത് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും വരാം. റിയാക്ടൻറ്റിന് പ്രൊഡക്റ്റും ആകാം, പ്രൊഡക്റ്റിന് റിയാക്റ്റൻറ്റും ആകാം. ദാറ്റ് ഈസ് റിവേഴ്സിബിൾ. സാധാരണ എന്താണ്? റിയാക്ടറിന് പ്രൊഡക്റ്റേ ആകാൻ പറ്റുള്ളൂ. പക്ഷേ റിവേഴ്സിബിൾ റിയാക്ഷനകത്ത് പ്രൊഡക്റ്റിന് എന്താകാം? റിയാക്റ്റൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ റിയാക്ഷൻ. ഇനി റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. ഇതാണ് മുമ്പോട്ട് പോകുന്നതാണ് ഫോർവേഡ്, ഇതാണ് ബാക്ക്വേർഡ്. ഫോർവേഡ് മീൻസ് റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നു, ദാറ്റ് ഈസ് ഫോർവേഡ്. ബാക്ക്വേർഡ് മീൻസ് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ആവുന്നു, ദാറ്റ് ഈസ് ബാക്ക്വേർഡ്. സോ റിവേഴ്സിബിൾ റിയാക്ഷൻ, in a reversible reaction, backward reaction is there, forward reaction is there. Forward reaction means reactant into product, and backward means product into reactant, and these are some examples. Okay, so ammonium preparation എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ ആണ്, അമോണിയം പ്രിപ്പറേഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഇറിവേഴ്സിബിൾ, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒരു സ്ഥലത്തേക്ക് പോകും, അവർ ഡീസൻറ്റാണ്, അവരങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല. റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റ് ആവുന്നു, ഒരിക്കലും പ്രൊഡക്റ്റ് എന്തായില്ല, റിയാക്റ്റൻ്റ് ആയില്ല. സോ ദിസ് ഈസ് ദ നോർമൽ ആരോ, ദിസ് ഈസ് റിവേഴ്സിബിൾ റിയാക്ഷൻ, irreversible reaction. Then
കെമിക്കൽ ഇക്വിലിബ്രിയം. കെമിക്കൽ ഇക്വിലിബ്രിയം. സോ നമ്മൾ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, അതായത് റിയാക്ടൻ്റ് പ്രൊഡക്റ്റ് ആകും അല്ലേ, അതാണ് ഫോർവേഡ് റിയാക്ഷൻ. അതൊരു പോയിന്റ് എത്തുമ്പോൾ നിൽക്കും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് റിയാക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിയാക്ടൻ്റ് ആകും, അതൊരു പോയിന്റ് വെച്ചത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒരേ സ്റ്റേജാണ്, അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. പിന്നെ ഒരു മയക്കമാണ്. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് തിന്നാനിരുന്ന് ഭയങ്കരമായിട്ട് തിന്നും അല്ലേ, തിന്നിട്ട് പിന്നെ എന്താ ഒരു മയക്കമാണ്. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിൽ ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എന്തില്ല, അവിടെ ഫോർവേഡ് റിയാക്ഷൻ മെയിൻ അല്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ മെയിൻ അല്ല, അവിടെ രണ്ടും ഈക്വൽ ആണ്. Okay, so this is equilibrium. So rate of forward reaction become equal to rate of backward reaction in a reversible reaction. Reversible reaction le backward reaction is equal to forward reaction. That is called an equilibrium. Then next, characteristics of equilibrium. ഇതിൻ്റെ അകത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ പഠിച്ചു വെക്കുക. അറ്റ് എക്വിലിബ്രിയം ബോത്ത് റിയാക്ടൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ കോ എക്സിസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ഈ കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് അറ്റ് എനി മോളിക്കുലർ ലെവൽ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം ഈസ് അറ്റ് എനി ക്ലോസ്ഡ് സിസ്റ്റം. സോ ഈ രണ്ട് പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദസ് ടു, അപ്പോൾ പിന്നെ നിങ്ങൾ പറയുക ഇതിനെ ക്ലോസ്ഡ്, ഇറ്റ് ഫോം എ ക്ലോസ്ഡ് സിസ്റ്റം ഓർ ഇറ്റ് അറ്റൈൻ എ ക്ലോസ്ഡ് സിസ്റ്റം. ഈ മോളിക്കുലർ ലെവൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം, ഇറ്റ് അറ്റൈൻ എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഇൻ എക്വിലിബ്രിയം ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് കോ എക്സിസ്റ്റ്, രണ്ടുപേരും ഉണ്ട്. ആൻഡ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ലീ-ചാറ്റേഴ്സ് പ്രിൻസിപ്പിൾ. ഇത് നമ്മുടെ കെമിക്കൽ ഇത് as important. Okay, it is important because this principle you have to by heart it. നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ്. സോ ഇതെന്ന് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം. വാട്ട് ഇസ് ദിസ്? ഓക്കെ, സോ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ അവിടെ പെട്ടെന്ന് പ്രഷർ ചേഞ്ച് ചെയ്താലും ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലും റിയാക്റ്റൻറ്റിൻ്റെ വെയിറ്റ് കൂടിയാലും എന്താവും, ആ ഇക്വിലിബ്രിയം അത് തന്നെ അഡ്ജസ്റ്റ് ആയിക്കോളും. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അവർ തന്നെ അത് റീചേഞ്ച് ചെയ്ത് പിന്നെയും ഒരേ ഇക്വിലിബ്രിയം ആക്കും. ഒരു ഇക്വിലിബ്രിയത്തിൽ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ പ്രഷറോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ചേഞ്ച് ആയാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണ്, ആ ഇക്വിലിബ്രിയം തന്നെ എന്താകും, അതിനെ റീസ്റ്റേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ലേ-ചാറ്റേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ വെൻ ദ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ in a system at equilibrium is changed, the system will readjust itself so as nullify the effect of change at a new state of equilibrium. അവർ പിന്നെ ഇക്വിലിബ്രിയത്തിൽ തന്നെ പറയും. അപ്പോൾ എന്തൊക്കെയാണ്, കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഇതിലേതെങ്കിലും ഒരു ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, ദേ വിൽ റീഅഡ്ജസ്റ്റ്. ദാറ്റ് ലോ ഇസ് കോൾഡ് ലീ-ചാറ്റേഴ്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. നമ്മുടെ സഹായം അത് എങ്ങനെയാണ് അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? അവർക്ക് കയ്യും കാലൊന്നും ഇല്ലല്ലോ. സോ ഇൻഫ്ലുവൻസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്വിലിബ്രിയം. കോൺസെൻട്രേഷൻ മീൻസ് റിയാക്ടൻ്റ്, കോൺസെൻട്രേഷൻ മീൻസ് റിയാക്ടൻ്റ് എത്രയുണ്ട്, അതിൻ്റെ റിയാക്ടൻ്റ് കൂടെ എത്ര ഉണ്ടെന്നുള്ളതാണ് കോൺസെൻട്രേഷൻ. സോ അമോണിയ ഈസ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർഡ് ബൈ ഹാബർ പ്രോസസ്. സോ ദിസ് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ ലാബിൽ ഉണ്ടാക്കിയത് പഠിച്ചു. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇറ്റ് പ്രൊഡ്യൂസ് അമോണിയ പ്ലസ് വാട്ടർ പ്ലസ് കാൽഷ്യം ക്ലോറൈഡ്. അത് നമ്മൾ ലാബിൽ ഉണ്ടാക്കുന്നത്. ഇതെന്താണ്, ഫാക്ടറി ബിഗ്, കുറച്ചും കൂടെ വലുതായിട്ട് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ പേരാണ് ഹാബർ പ്രോസസ്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ് നെയിം, ഹാബർ പ്രോസസ്. ഓക്കെ, ദാറ്റ് നെയിം ഈസ് ഹാബർ
process. So അതിൻ്റെ ഇക്വേഷൻ ആണിത്. N2 ammonia, nitrogen plus hydrogen, it produce ammonia, and this indicate it is a reversible. It is a reversible change reaction. Then ഇനി നമ്മൾ എന്താ ലീച്ചാറ്റർ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? സോ സപ്പോസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് ഈസ് ഹൈ, അതായത് ഇവിടെ അമോണിയം ഇച്ചിരി കൂടി, അമോണിയത്തിൻ്റെ അളവ് കൂടി. അപ്പോൾ അവരൊരു ഇക്വിലിബ്രിയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കൂട്ടുന്നത്? അപ്പോൾ അവരെന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ കൂട്ടും. റിയാക്റ്റൻ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ വേഗം നേരെ അവർ തട്ടുന്നത് എങ്ങോട്ടാണ്? പ്രൊഡക്റ്റിലേക്ക്. അപ്പോൾ എന്താവും? അത് പിന്നെ ഇക്വിലിബ്രിയം ആകും. അല്ലെങ്കിൽ പ്രൊഡക്റ്റിലാണ് ഇപ്പോൾ ഹൈ ആയിട്ട് നമ്മൾ ഇടുന്നതെങ്കിൽ എന്താണ്? അവർ വേഗം റിയാക്റ്റൻറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. സോ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, റിയാക്റ്റൻറ്റിനെ പ്രൊഡക്റ്റ് ആക്കുന്ന പരിപാടിയാണ് ഫോർവേഡ് റിയാക്ഷൻ, പ്രൊഡക്റ്റിനെ റിയാക്റ്റൻ്റ് ആക്കുന്ന പരിപാടിയാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ, സോ നമുക്കൊരു കോളം ഉണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഇറ്റ് പ്രൊഡ്യൂസ് NH3. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ്, ദിസ് എ റിവേഴ്സിബിൾ റിയാക്ഷൻ. ഓക്കെ, സോ നമ്മൾ എന്താണ് അതിൻ്റെ എങ്ങനെയാണ് ഇത് റീഅഡ്ജസ്റ്റ് ചെയ്യുന്നത്? സോ നിങ്ങളോട് ഇതൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ മോർ ഹൈഡ്രജൻ ഈസ് ആഡ്, അതായത് ദിസ് ഇസ് റിയാക്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് പ്രൊഡക്റ്റ്. ഓക്കെ, സോ റിയാക്ടൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ കൂടിയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. റിയാക്ടൻറ്റ് സൈഡിൽ എന്ത് കൂടിയാലും ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഓക്കെ, സോ മോർ അമോണിയ ഈസ് ആഡഡ്. അമോണിയ എന്ന് പറയുന്നത് ഇത് പ്രൊഡക്റ്റ് സൈഡിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അമോണിയ ഈസ് റിമൂവ്ഡ്. അമോണിയനെ കുറച്ച് എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. മോർ നൈട്രജൻ ഈസ് ആഡഡ്. റിയാക്റ്റൻ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ വിൽ ഇൻക്രീസ്. സോ ഇത് കീപ്പ്, ഇത് ഏറ്റവും ഷോർട്ടാണ്. റിയാക്റ്റൻ്റ് സൈഡിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും, അതായത് പ്രൊഡക്റ്റിൻ്റെ സൈഡിലേക്ക് അവർ തള്ളി നീക്കും. പ്രൊഡക്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ റിയാക്റ്റിൻ്റെ സൈഡിലേക്ക് പോകും. പ്രൊഡക്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷനാണ് കൂടുന്നത്. സോ ജസ്റ്റ് ഓർത്തിരിക്കുക, റിയാക്റ്റൻ്റ് കൂടിയാൽ റിയാക്റ്റൻ്റ് സൈഡിൽ കൂടിയാൽ ഫോർവേഡ് റിയാക്ഷൻ കൂടും. പ്രൊഡക്റ്റിൻ്റെ സൈഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടും. ഓക്കെ, സോ ഇതൊരു വെരി പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, സോ ദിസ് ഈസ് ഫാസ്റ്റ് ട്രാക്ക് സീരീസ്, റൈറ്റ്? സോ നെക്സ്റ്റ് ഈസ് പ്രഷർ. സോ പ്രഷറും ഈ കെമിക്കൽ ഇക്വിലിബ്രിയം, നമ്മൾ പറഞ്ഞ പ്രഷർ ടെമ്പറേച്ചർ എന്ത് കൂടിയാലും അവർ തന്നെ അത് സോൾവ് ആക്കിക്കോളും. സോ നെക്സ്റ്റ് ഈസ് പ്രഷർ. സോ ഒരു പ്രഷർ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. സോ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഡിക്രീസ് ദ പ്രഷർ. സോ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇറ്റ് ഹെൽപ്പ് ടു ഡിക്രീസ് ദ പ്രഷർ. ഓക്കെ, സോ ഇത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ ആണ്. സോ ഇവിടെ 4 മോൾസ് ഉണ്ടെന്ന്, കാരണം ഇതൊരു മോള് ഇത്. സോ ഇവിടെ 1 ഉണ്ട്, 4 മോള്. 4 മോൾ റിയാക്ട് ചെയ്യാൻ നേരത്ത് 2 മോൾ ഉണ്ടാവുന്നു. അപ്പം വോളിയം ഡിക്രീസ് ആവുന്നു. ദെൻ ബാക്ക്വേർഡ് റിയാക്ഷനിൽ 2 മോൾസ് പ്രൊഡക്റ്റ്, 2 മോൾസ് ആണ് ഇവിടെ ഉള്ളത്. ബാക്ക്വേർഡ് മീൻസ് എങ്ങനെയാണ്? പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റൻറ്റിലേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് അവിടെ 4 മോൾ വോളിയം ഈസ് increases. So according to Le-Chatelier principle, when pressure of a system has increased, they try to attain by reducing the pressure. പ്രഷർ കുറച്ച് അവർ തന്നെ ചെയ്തോളും. അപ്പോൾ നിങ്ങളോട് എന്ത് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ അവസാനം ഒരു പോയിന്റ് എഴുതുക, അക്കോർഡിംഗ് ടു Le-Chatelier പ്രിൻസിപ്പിൾ. അപ്പം അതിനാണ് അവിടെ മാർക്ക്. ഓക്കെ, ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ടെമ്പറേച്ചറിൻ്റെ കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ അങ്ങ് ലാസ്റ്റ് എഴുതുക അക്കോർഡിംഗ് ടു Le-Chatelier പ്രിൻസിപ്പിൾ. ഓക്കെ, സോ next is temperature and the chemical equilibrium. So backward reaction is endothermic. What do you mean by endothermic and exothermic? Exothermic means heat is released, പുറത്തേക്ക് വിടുന്നു. ആ പരിപാടിൻ്റെ പേരാണ് എക്സോ. എൻഡോ മീൻസ് ഉള്ളിലേക്ക് വലിക്കുന്നു. ഇപ്പോൾ ഒരു റിയാക്ഷൻ്റെ സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ പ്ലസ് ഹീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. പ്രൊഡക്റ്റ് സൈഡിൽ ഹീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ.
Okay, so backward reaction is endothermic. Backward reaction is എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതാണ് backward reaction. That is product into reactant. So product into reactant എന്ന് പറയുന്നത് endothermic heat absorb ചെയ്യാണ്. So on increasing the temperature, the system will reduce it by increasing the rate of endothermic reaction. As a result, product of ammonia decompose to form ammonia and hydrogen. അതായത് നമ്മുടെ ഈ ഒത്തിരി ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്രീസ് ദ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷനാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്, എങ്ങനെയാണ് അവരെന്താ ചെയ്യുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇറ്റ് ഈസ് എൻഡോതെർമിക്. ബാക്ക്വേർഡ് റിയാക്ഷൻ കൂട്ടുന്നു, നൈട്രജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു ടെമ്പറേച്ചർ കൂടിയാൽ. ഈ കേസിൽ അമോണിയത്തിൻ്റെ കേസിൽ ആ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷനിൽ ആകുന്നു. എൻഡോതെർമിക് റിയാക്ഷൻ മീൻസ് it is backward reaction. So endothermic reaction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ backward reaction, and this also you have to study. അപ്പോൾ നമ്മൾ അമോണിയത്തിൻ്റെ അതുണ്ടാക്കുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നിട്ടുണ്ടെങ്കിൽ 450 degrees Celsius ആണ്. So this is about temperature and equilibrium. Okay, temperature and equilibrium. ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയാക്ഷനിൽ എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷനാണ് നടക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു റിയാക്ഷൻ്റെ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് കാറ്റലിസ്റ്റ്. സോ ഇൻ ദ സ്റ്റേറ്റ്, കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ സ്റ്റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ടു എ സെയിം എക്സ്റ്റെൻറ്റ്. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷനും കൂട്ടും, ഫോർവേഡ് റിയാക്ഷനും കൂട്ടും. ആസ് എ റിസൾട്ട് ദ സിസ്റ്റം റീച്ച് ദ ഇക്വിലിബ്രിയം ഫാസ്റ്റർ ദ റേറ്റ്. അപ്പം ഈ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താകാം? അതിൻ്റെ ഇക്വിലിബ്രിയത്തിലേക്ക് പോകാം. സോ നെക്സ്റ്റ് ഈസ് സൾഫ്യൂറിക് ആസിഡ്. സോ ഓൺലി ദിസ് ഈസ് അബൌട്ട് അമോണിയ. അമോണിയയുടെ 2 പ്രിപ്പറേഷൻ, അതായത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും നമ്മുടെ ലാബിലുള്ള പ്രിപ്പറേഷൻ. അമോണിയം ക്ലോറൈഡ് പ്ലസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, അവിടെ ക്വിക്ലൈം അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദെൻ വി കംസ് ടു ദ കോൺസെൻട്രേഷൻ. ലീ-ചാറ്റർ പ്രിൻസിപ്പിൾ is very important. Then we are moving to sulphuric acid. Okay, next is sulphuric acid, king of the chemistry. നമ്മൾ ചെറുപ്പം തൊട്ടേ ആദ്യം നമ്മൾ കേൾക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ഭയങ്കര ഡേഞ്ചറാണ്, റൈറ്റ്? സോ സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്ക് ഇക്വേഷൻ പലപ്പോഴും നമുക്ക് അറിയത്തില്ല. അത് സെക്കൻഡ്, ദാറ്റ് ഈസ് H2SO4. ഓക്കെ, ദാറ്റ് ഈസ് H2SO4. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാം. സോ അമോണിയം പ്രിപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിലും ഒരു പടി മുമ്പിലാണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അമോണിയത്തിലെ ഹാപ്പർ പ്രോസസ്സൊക്കെ ചോദിക്കുമ്പം പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഹെവി ആയിട്ട് ചോദിക്കും. അത് കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ sulphuric acid, where we are using sulphuric acid. So കുറേ ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടമാനം പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ സ്റ്റഡി ഓൺലി 3, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു 3 എണ്ണം. സോ കാരണം ഇത് ഇസ് നോട്ട് ടു ഇമ്പോർട്ടൻറ്റ്, ഇത് യൂസസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എനിവേ സ്റ്റഡി 3. സോ മാനുഫാക്ചറിങ് ഓഫ് പെയിൻറ്റ്, റിഫൈനിങ് ഓഫ് പെട്രോളിയം, മാനുഫാക്ചറിങ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, for dehydration, explosive, chemicals, fibers, so many are there. So നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 എണ്ണം പഠിക്കുക. Okay, this is only about this slide. Uses of sulphuric acid. സോ നമ്മളിനി പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. സോ സൾഫർ ഡയോക്സൈഡ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സൾഫ്യൂരിക് ആസിഡിനകത്ത് H2SO ഉണ്ട്, SO4 ആണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സൾഫറിനെ ഓക്സിജനിൽ ബേൺ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഡൈഓക്സൈഡ്, സൾഫർ ഡൈഓക്സൈഡ്. ഡൈ മീൻസ് 2 ഓക്സിജൻ. സോ SO2, സൾഫർ ഡൈഓക്സൈഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് സൾഫർ ഡയോക്സൈഡിനെ ഇവിടെ നമുക്ക് കിട്ടിയല്ലോ. ഈ സൾഫർ ഡയോക്സൈഡിനെ കുറച്ചും കൂടെ ഓക്സിജൻ ആഡ് ചെയ്യുക. സൾഫർ ഡയോക്സൈഡിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ഓക്സിജൻ ആഡ് ചെയ്യുക. സോ സൾഫർ ട്രൈഓക്സൈഡ്. ട്രൈ മീൻസ് 3.
Okay, tri means 3. Di means 2, mono 1, di and tri. So, trioxide. ഇനി നിങ്ങളുടെ ഇതിൻ്റെ മേലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വനേഡിയം പെൻഡോക്സൈഡ്, ഇതിനെയാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. ഇതിട്ടുണ്ടെങ്കിൽ നമുക്ക് റിയാക്ഷൻ കുറച്ചും കൂടെ സ്പീഡായിട്ട് നടത്താം. ഓക്കെ, സോ വനേഡിയം പെൻഡോക്സൈഡ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് 450. സോ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കി. ഇനി ഈ സൾഫർ ട്രയോക്സൈഡ് പ്ലസ് H2SO4 ഇറ്റ് ഗീവ് ഓലം. സോ നമ്മൾ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കി, പിന്നെ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കി. ഇനി സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഒരു ഇച്ചിരി സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് നമ്മൾ എന്തു H2SO7. ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് ഓലം. H2S2O7, ദാറ്റ് ഈസ് ഓലം. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ H2S2O7നെ നമ്മൾ ഇച്ചിരി വെള്ളത്തിലാക്കി നമുക്ക് എന്ത് കിട്ടുന്നു, സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പം ആദ്യം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഡൈ അവിടെ വരണമെങ്കിൽ ഓക്സിജൻ വേണം, റൈറ്റ്? S+O2 ഗീവ് ഡയോക്സൈഡ്. പിന്നെ നമ്മൾ ഡയോക്സൈഡിൽ ഇച്ചിരി കൂടെ ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പം SO2 + O2 ഗീവ്സ് ട്രൈഓക്സൈഡ് SO3. Then SO3 plus H2SO4, it give olam, H2S2O7. Again, this olam, H2S2O7 is reacted with a small water and it produce our great sulfuric acid. So, ഇവിടുന്ന് നിങ്ങളുടെ ഇത് എഴുതാൻ പറയും. Next possible question, what is the name of the process? Or next, which catalyst are using? So, vanadium പെൻഡോക്സൈഡ് V2O5. നിങ്ങൾക്ക് വനേഡിയം പെൻഡോക്സൈഡ് കിട്ടിയില്ലെങ്കിൽ V2O5, റൈറ്റ് ഇറ്റ് സിമ്പിൾ, നോ? V2O5 ആൻഡ് ഓലം H2S2O7. ഓക്കെ, so next is physical properties. Is colorless. We know that it is a colorless, high viscosity, high cohesive, denser than water and dissolves in water. So it is not too important. Okay, it's not too important. And next is chemical properties. Some chemical properties. H2SO4 കുറച്ച് ആൾക്കാരോട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് അത് ഇച്ചിരി പ്രത്യേകതയൊക്കെ ഉള്ള ഒരാളാണ്. ഈ സ്ലൈഡ് ഒരു പൊടിക്കല്ല ഇച്ചിരി അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നമ്മൾ പ്രിപ്പറേഷൻ പോലെ തന്നെ ഇത് നമ്മളൊന്ന് കീപ്പ് ഇറ്റ് ചെയ്യണം. ഓക്കെ, സോ ഡൈലൂഷൻ ഓഫ് സൾഫ്യൂറിക് ആസിഡ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. സോ ഡൈലൂഷൻ മീൻസ് എന്താണ്? നമ്മൾ ലാബിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും കോൺസെൻട്രേറ്റഡ്, അതായത് ഹൈ പവറുള്ള ആസിഡ് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ പവർ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം ആഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ഡൈലൂഷൻ. ആ ഡൈലൂട്ട് ചെയ്യാൻ നേരത്ത് കണ്ടമാനം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, പുറത്തേക്ക് വിടും. സോ ഇറ്റ് ഈസ് എ എക്സോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് ആൻഡ് ഡ്രൈയിങ് ഏജൻറ്റ്. അപ്പോൾ ഇത് രണ്ടും, സൾഫ്യൂരിക് ആസിഡ് എന്താണ്, ഒരു ഡ്രൈയിങ് ഏജൻറ്റുമാണ്, ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമാണ്. ഓക്കെ, സോ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് മീൻസ് അത് വാട്ടറിനെ, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തെ വാട്ടറിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും, മാറ്റും. കണ്ടോ, ഇവിടെ 11H2O എന്ന് വന്നില്ലേ, മാറ്റും. സോ അതിനെയാണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. വെള്ളത്തിനെ വലിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് ആര്? സൾഫ്യൂരിക് ആസിഡ്. അതിൻ്റെ പേര് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ദെൻ ഡ്രൈയിങ് ഏജൻറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറിനെ വലിച്ചെടുക്കുന്നതാണ് ഡൈയിങ് ഏജൻറ്റ്. ദെൻ ആൻഡ് ദിസ് ഡൈയിങ് ഏജൻറ്റ് നമ്മൾ എവിടെയാണ് ഈ ഡൈയിങ് ഏജൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലോറിൻ്റെ പ്രിപ്പറേഷനിൽ, SO2ൻ്റെ പ്രിപ്പറേഷനിൽ, HClൻ്റെ പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്യും. എന്തിനാണ്? അവിടെ ഡൈയിങ് ഏജൻറ്റായിട്ട്. Okay, so in this slide we have to keep focus on dehydrating agent and dyeing agent. Dehydrating means water molecule is extracted and dyeing agent is atmospheric moisture. It will expel. Okay, so concentrated sulfuric acid is used as drying agent in chlorine, preparation of chlorine, sulfur dioxide and HCl. ഓക്കെ, ഇതിൽ മൂന്നിൽ നമ്മൾ ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ പോസിബിൾ ക്വസ്റ്റ്യൻ ഈസ് എന്തുകൊണ്ടാണ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ H2SO4 ആഡ് ചെയ്യുന്നത്? ആൻസർ,
it is a dyeing agent. And this is all about chemical properties. And next one, what happened when sulfuric acid is react with some salt, or how it is oxidizing agent. ഇത് രണ്ടും നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചോദിക്കും, ഭാഗ്യമില്ലെങ്കിൽ ചോദിക്കില്ല. ഓക്കെ, സോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. സോ NaCl, ഉപ്പ്, നിങ്ങൾ 9 തൊട്ട് ഈ NaCl എന്ന് കേട്ട് പഴക്കമുള്ള സാധനമാണ്. സോ NaCl, പ്ലീസ് ലിസൺ, NaCl സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ നേരത്ത്, ഓക്കെ, നമ്മൾ എന്നെ ചെയ്യുക, നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് ഒരു സോൾട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ആസിഡ് ഉണ്ടാകുന്നു. സോ നമ്മൾ ഈ എഴുതുക. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഒരു എച്ചിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു എച്ചിനെ ഡിലീറ്റ് ചെയ്യുക, ഒറ്റ എച്ച് ആക്കുക. സോ HSO4. ബാക്കിയുള്ളത് ഈ എച്ചും കൂടെ Cl കൂടെ കൂടി HCl ആവും. അടുത്ത പോലെ KNO3 + H2SO4. അപ്പം ഇവിടുത്തെ ഒരു എച്ചിനെ മാറ്റുക, ഈ കെയും ബാക്കി വരുന്ന ഒരു എച്ചും SO4 കൂടെ കൂട്ടും. സോ KHSO4 പ്ലസ് ഇവിടുത്തെ എച്ചും NO3. ദിസ് ഈസ് nitric acid, HNO3. So when a sulfuric acid react with a salt, it produce an acid. When a sulfuric acid react with a salt, it produce an acid. This is the first point. Second is oxidizing nature. Oxidizing nature means we are giving oxygen. So sulfuric acid oxidizing agent ആണ്. For example, copper. ഓക്കെ, കോപ്പർ പ്ലസ് H2SO4. കോപ്പർ Cu ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേനും ഓക്സിജൻ ആഡ് ചെയ്തു, CuSO4 ആയി. സോ ഇറ്റ് ഈസ് എ ഓക്സിഡൈസിങ് നേച്ചർ. ആൻഡ് നെക്സ്റ്റ് ഈസ് കാർബൺ. കാർബണിനെ H2SO4 ആക്കിയപ്പോഴത്തേനും കാർബൺ തന്നെയായിരുന്നു, ഇവിടെ വന്നപ്പോൾ എന്തായി, കാർബൺ ഓക്സൈഡായി, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജനെ കൂട്ടി. So the oxidizing nature. So concentrated sulfuric acid react with a metal and a non-metal and oxidize them. Oxygen adding. So this is about this chapter. It's very small chapter, but you have to keep some important point that we discuss in this portion. Okay. So Haber process to contact process, the step, and ammonium chloride, white fume, and equilibrium, Le Chatelier principle, and drying agent, and the chemical formula. This should be in your mind. So the first track in the next chapter in the series, next video. So thank you. Exam winner. Crack your exams with Exam Winner and be a true winner.